യുദ്ധ ആണവ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ വർദ്ധിപ്പിച്ചതായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ വിഭാഗത്തിന്റെ രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 17 വരെ ഇറാനിൽ 164.7 കിലോഗ്രാം യുറേനിയമാണ് സൂക്ഷിച്ചിരുന്നത്. മെയ് മാസത്തിലെ ആണവ നിരീക്ഷണ വിഭാഗത്തിന്റെ അവസാന റിപ്പോർട്ടിൽ ഇത് 22.6 കിലോഗ്രാം കൂടി വർദ്ധിപ്പിച്ചതായി പറയുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാരെ ആണവ നിരീക്ഷണ പരിപാടിയിൽ നിന്ന് വിലക്കാനുള്ള 2023 സെപ്റ്റംബറിലെ തീരുമാനവും ഇറാൻ പുനഃപരിശോധിച്ചിട്ടില്ലെന്നും ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ക്യാമറകൾ തകരാറിലായിട്ടുണ്ടെന്നും ന്യൂസ് ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതായി നിരീക്ഷണ വിഭാഗം പറയുന്നു. യുക്രൈനിലെ യുദ്ധത്തിന് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതിന് പകരമായി ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ റഷ്യ ഇറാനെ ക്ഷണിച്ചതും ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളും സാങ്കേതിക വിദ്യയും ഇറാനുമായി പങ്കിടുന്നതും യുഎസിനെയും ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ ഫാത്ത് 364 ബാലിസ്റ്റിക് മിസൈലുകളുടെ കയറ്റുമതി റഷ്യയ്ക്ക് ലഭിച്ചതായും ഇറാനുമായി ആണവ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നുവെന്നും അടുത്തിടെ ലണ്ടൻ സന്ദർശനത്തിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. ഇറാനെതിരായ തിരിച്ചടികളിലൂടെ ഇസ്രയേൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ സാധ്യത ഇല്ലെന്നും ഇറാനെ നിസ്സാരമായങ്ങ് വിടാൻ ഇസ്രയേലിന് കഴിയില്ല. അതേസമയം ഇസ്രയേലിന്റെ ഏത് പ്രതികാര നടപടിയും ശക്തമായ ആക്രമണത്തിന് കാരണമാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ ഇസ്രയേൽ ഇറാനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ കാരണം യുഎസും അതിനോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട്. വ്യോമസേനയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങളും മറ്റ് സൈനിക സഹായവും ഇതിനോടനുബന്ധിച്ച് യുഎസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇറാനെതിരായ ഏതൊരു ഇസ്രയേൽ ആക്രമണവും പൂർണ്ണമായും നിയന്ത്രിതമായിരിക്കണം. പ്രത്യേകിച്ചും അത് ഇറാന്റെ ആണവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിൽ. അണുബോംബ് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല, എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം മാറ്റുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന ഇറാന്റെ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ മെയ് മാസത്തിൽ പറഞ്ഞിരുന്നു. ഇറാന് അണുവായുധ പ്രഹരം ഏൽപ്പിക്കുകയോ ഇറാന്റെ അണുനിലയങ്ങളുടെ മുകളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയോ ചെയ്താൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ലോകത്ത് അണുവായുധങ്ങൾ യുദ്ധത്തിൽ 2 തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 തവണയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അമേരിക്ക ജപ്പാനെതിരെ അന്ന് വീണ ലിറ്റിൽ ബോയ് ഫാറ്റ്മാനും ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും 1,50,000-നും 2,46,000-നും ഇടയിൽ ആളുകളുടെ മരണത്തിന് ഇടയാക്കി. 70 വർഷങ്ങൾക്കിപ്പുറവും ഇന്നും ഹിരോഷിമയിൽ നാഗസാക്കിയിലും പതിച്ച അണുവികിരണങ്ങൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ജനിതക ഘടനയിൽ പോലും മാറ്റം വരുത്തുവാൻ ശേഷിച്ചതായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമെതിരെ ട്രീറ്റി ഓൺ ദി പ്രൊഹിബിഷൻ ഓഫ് ദി ന്യൂക്ലിയർ വെപ്പൺസ് എന്ന എഗ്രിമെന്റും നിലവിലുണ്ട്. ഇനി ഒരു അണുവായുധ പ്രഹരശേഷി കൂടി താങ്ങാൻ ലോകത്തിന് സാധിക്കില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം.